ഞാൻ അന്ന് ഒരു സൈഡിൽ നിന്ന് പൊട്ടിക്കരറ്റ്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വർക്ക് എടുത്തത് തന്നെ. ബ്യൂട്ടീഷ്യനും മേക്കപ്പ് ആർട്ടിസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. വർക്ക് ചെയ്യണോ അതോ ഡ്രീമിന്റെ പിന്നാലെ പോകണോ, അതൊരു ഭയങ്കര ഒരു കയ്യിൽ പൈസ വരൽ തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര വാല്യൂ ആയി. നമ്മൾ ഫെയിൽ ആവാൻ എപ്പോഴും റെഡി ആവണം. എനിക്ക് ഈ ഒരു ടൈമിന്റെ കാര്യത്തിൽ തന്നെ എനിക്കൊരു വർക്കിന്റെ പേയ്മെന്റ് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാനതിൽ കരയ വരെ ചെയ്തു. കാരണം 2 വർക്കാണ് ഞാൻ അന്ന് എടുത്തത്. ഫസ്റ്റ് വർക്ക് ഒരു 1 hour ട്രാവലിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വർക്ക് എടുത്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എത്താൻ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാ പോവാ. ഇത്ര ടൈമിന്റെ ഉള്ളിൽ നെക്സ്റ്റ് ബ്രൈഡിന്റെ അടുത്ത് നമ്മൾ എത്തണം, അല്ലെങ്കിൽ ആകെ ടൈം ഷെഡ്യൂൾ മാറും. അപ്പോൾ ഫസ്റ്റ് ബ്രൈഡിനോട് ഞാൻ ഓൾറെഡി പറയും, ഞങ്ങൾ വരുമ്പോഴത്തേനും ഇങ്ങനെ സെറ്റായി നിൽക്കണം, കാരണം സെക്കൻഡ് ബ്രൈഡ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ ചിലർ കേൾക്കും, ചിലർ നമ്മൾ എത്തിയിട്ടാവും ബ്രഷ് വരെ ഇതാക്കുക. ഒരു എല്ലാ ഞാനന്ന് പോയ സ്ഥലത്തുള്ള വീട് ഭയങ്കര പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങണ ഒരു സ്പേസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വർക്ക് എടുത്തത് തന്നെ. അപ്പോൾ ഭയങ്കര ലാഗാക്കി പറഞ്ഞാൽ ഒരു 8 മണിക്ക് ഞങ്ങൾ അടുത്ത സ്പോട്ടിലാവുമ്പോൾ എത്തണം. 8 മണിക്കും ഞങ്ങൾ ഫസ്റ്റ് ബ്രൈഡിന്റെ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ 2ാമത്തെ ബ്രൈഡിന്റെ ഡേയാ പോവുക. ഇവർ ഫോട്ടോഗ്രാഫറിനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യം ഫോട്ടോഗ്രാഫറിന് എങ്ങനെയായാലും ഒരു 13K എബവ് ചാർജ് വരുന്നുണ്ട് ഇവർക്കെന്നെ. അപ്പോൾ നമ്മളെ സിംഗിൾ ഫോട്ടോസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ തന്നെ അതൊക്കെ കേൾക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രൈഡിന്റെ അടുത്ത് ഒരു മിസ്റ്റേക്ക് കാരണം സെക്കൻഡ് ബ്രൈഡിന്റെ അടുത്ത് പോയി 1 hour കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് അവർ പറഞ്ഞിരുന്നു 10 മണിക്ക് ചെയ്ത് തീർത്താൽ മതിയായിരുന്നു. സ്പോട്ടിൽ അവർ ടൈം ചേഞ്ച് ചെയ്തു, 9 മണിയാവുമ്പോൾ ചെയ്ത് തരണം പറഞ്ഞു. പക്ഷെ നമുക്കത് പോസിബിൾ അല്ല. പെട്ടെന്ന് ടൈം ഷെഡ്യൂൾ മാറ്റുന്ന ബ്രൈഡ്സിനോടാണ് പറയുന്നത്, നമ്മൾ ഓൾറെഡി ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാവും നിങ്ങൾ വർക്ക് എടുക്കുക. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ആക്കുമ്പോൾ നമുക്ക് എല്ലാവരും കൺസിഡർ ചെയ്യേണ്ടി വരും. ഇവരൊക്കെ നമ്മളേക്കാരും ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സ്പോട്ടിൽ പോയപ്പോൾ വിചാരിച്ച ടൈമിന് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ച് ഒരു 1/2 hour 1 hour എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. പക്ഷെ എന്തായി, ഇവർക്ക് സിംഗിൾ ഫോട്ടോസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് വർക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞു. ബട്ട് എന്തായി, സിംഗിൾ ഫോട്ടോസ് കിട്ടിയില്ല, വിചാരിച്ച പോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ നേരം വൈകിയത് കൊണ്ടാണ്. ശരിയാണ്, നേരം വൈകി. പക്ഷെ വേറൊരാളെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ നേരം വൈകിയും ചെയ്തു, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല പറഞ്ഞു. പേയ്മെന്റ് ഫുൾ പേയ്മെന്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടും ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ല. അപ്പൊ ഓക്കെ ഉള്ളത് ചെയ്താൽ മതി പറഞ്ഞു. നമ്മളെ വർക്കിന്റെ ഹാഫ് എമൗണ്ട് പോലും നമുക്കത് കിട്ടിയില്ല. ലൈക്ക് ഞാനന്ന് ഒരു സൈഡിൽ നിന്ന് പൊട്ടിക്കരറ്റ്. അത്രയും ടയേർഡായി, അത്രയും ഡെഡിക്കേറ്റഡ് ആയി പോയിട്ടും ഒരാളെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മള് ചില കാര്യങ്ങളൊക്കെ വേറെ ആളെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം ആ തെറ്റ് ഏറ്റെടുക്കേണ്ടി വരും. യൂഷ്വലാണ് ഈ ഒരു സ്ട്രീമിൽ ഉള്ള ആൾക്കാർക്ക് അറിയാം ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഒരു വെഡിങ് പ്രിപ്പറേഷൻസിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ എത്രത്തോളം ലൈക്ക് കോസ്റ്റ്യൂമും ഔട്ട്ഫിറ്റും സ്റ്റേജ് ഡെക്കറേഷനും അതേപോലെ അതിന് ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം മേക്കപ്പ് ആർട്ടിസ്റ്റിന്. ഓഫ് കോഴ്സ് എന്തായാലും നമ്മള് നല്ല എമൗണ്ട് ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഈവൻ ചില ബ്രൈഡ്സ് ഉണ്ടാവും നല്ല ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റും റെന്റൽസും കാര്യങ്ങളും ഇവന്റ് മാനേജ്മെന്റും ക്യാമറ എല്ലാം പക്കേക്കാരം. പക്ഷെ മേക്കപ്പിന്റെ കാര്യം വരുമ്പോ ബാർഗെയിനോട് ബാർഗെയിനേക്കാരം. ഇവര് പറയും ഇത് ചെയ്യണ്ട അത് ചെയ്യണ്ട, ഒരു ലെൻസ് ഇടണ്ട അതിന് എമൗണ്ട് കുറയോ, അങ്ങനെ ചോദിക്കും. ഓക്കെ, ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള കുട്ടികളെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കും ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടോ ചോദിക്കും. പിന്നെ ഫസ്റ്റ് മെസ്സേജ് അയക്കാരും ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടോ ചോദിക്കും. അപ്പോഴേക്കും ഉണ്ട് എന്ന് പറഞ്ഞാല് ഓക്കെ ഇത്ര ഡിസ്കൗണ്ട് ഞാൻ റെഡിയാണ്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു ചാൻസ് കിട്ടണം എന്നുണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും കൺസിഡർ ചെയ്യാനും പറ്റൂല. ചില കുട്ടികൾക്ക് ഞാൻ ചോദിക്കും, ഫാമിലി സിറ്റുവേഷൻ ചോദിക്കും. ഞാൻ ഇന്ന പറയും വീട്ടില് ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെ ഇല്ലാത്തോണ്ടാണ് അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ചെയ്യാതെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വർക്ക് എടുക്കാറുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. പക്ഷെ പൈസ ഉണ്ടായിട്ട് പോലും ഇതിന് സ്പെൻഡ് ചെയ്യാൻ റെഡി അല്ലാത്തവരോട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാനും നമ്മൾ റെഡി അല്ല. സോ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ലൈക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. സോ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കൊറേ എടുക്കേണ്ടി വരും. എന്താ പറയാ, ഡയറക്റ്റ് ആയിട്ട് പറയില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാ. എന്താ പറയാ, ഒരു നമുക്കത് ഡീമോട്ടിവേറ്റഡ് ഫീൽ ചെയ്യും. പക്ഷെ കിട്ടി അതൊക്കെ പിന്നെ തട്ടിടാൻ തുടങ്ങി.
നമ്മളത് നോക്കി നിന്നിക്കണെങ്കി ഇപ്പൊ എവിടെ എത്തൂല, ആ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഞാന് മറ്റേ റീൽസിൽ കണ്ടിട്ടില്ലേ 6 മണിക്ക് വീട്ടിൽ കയറുന്ന കുട്ടി, അങ്ങനത്തെ ടൈപ്പ് ആണ് ഫാമിലി. അപ്പൊ നമ്മള് കേറിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവും. എന്താ അവള് കേറാത്തെ, അവളെത്തിയോ, ഓളവിടെ കണ്ടീനല്ലോ, ഓളെ എത്തിയില്ലേ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ എന്താ പറയാ, ഡീമോട്ടിവേറ്റ് പറഞ്ഞാ എന്നെ കൊണ്ട് കയ്യോ, അല്ലെങ്കിൽ ഈ പഠിത്തത്തിന്റെ ഒപ്പം ഇത് കയ്യോ, രണ്ടും കൂടി നടക്കുവോ, പഠിച്ചാ പോരെ ഇപ്പോ, അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാല് എല്ലാ ബക്കറ്റിലും കാലിടും, എനിക്ക് ഒറ്റ ബക്കറ്റ് പോരാ. എനിക്ക് എന്താ പറയാ, നമ്മളെ രണ്ടാൾക്കാർ അറിയണം, അത് നമ്മളെ ടാലന്റിലൂടെ അറിയണം. ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും ഡിഗ്രി ചെയ്തോണ്ടിരിക്കായിരുന്നു, നമ്മളെവിടെ അപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഒരു സാധനം വാങ്ങേണ്ട പോലും നമുക്ക് പൈസ വേണ്ടേ കയ്യില്. അപ്പൊ എപ്പോഴും പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കുന്നത് ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ്. കുറച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ ഫീൽ ആവും, എന്താ പറയാ, ഇനി എങ്ങനെ ചോദിക്ക, എന്ത് കാരണം കൊണ്ടാ ചോദിക്ക. അപ്പൊ ചോദിക്കും, ഇത്ര പൈസ തന്നീനല്ലോ, എന്ത് ചെലവാക്കി, നമ്മളൊരു ബില്ല് ലിസ്റ്റ് ആക്കി കൊടുക്കേണ്ടി വരും, നമ്മൾ എന്തിനൊക്കെ ചെലവാക്കി. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകുമ്പോഴാണ് അതിന്റെ ഒരു കംഫർട്ട് സ്പേസ് കിട്ടുക. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി പോകുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും ആ ഒരു നമ്മുടെ ട്രഡീഷണൽ കൾച്ചർ ആൾക്കാർക്കൊക്കെ ഒന്നും പറ്റണമെന്നില്ല. ചിലപ്പോ ഒരു എന്താ പറയാ, ബ്യൂട്ടീഷ്യൻ വന്നു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനത്തെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? എന്നെ ചില വീട്ടിൽ പോകുമ്പോ ബ്യൂട്ടീഷ്യൻ വന്നു, അപ്പൊ മൂഡ് പോയി. എന്താ പറയാ, നമ്മള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പൊതുവെ ചില വീട്ടിൽ പോകുമ്പോ ബ്യൂട്ടീഷ്യൻ വന്നു ലൈക്ക് ഞാൻ പറയും, ബ്യൂട്ടീഷ്യൻ അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ബ്യൂട്ടീഷ്യനും മേക്കപ്പ് ആർട്ടിസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഫേഷ്യലോ അല്ലെങ്കിൽ ഡീടാനിങ്ങോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ചെയ്തു കൊടുക്കുന്ന ഒരാളല്ല. ത്രെഡിങ് അങ്ങനൊന്നും ഇല്ല. നമ്മള് ബ്രൈഡൽ മേക്കപ്പ്, പിന്നെ പാർട്ടി മേക്കപ്പ്, അങ്ങനെ മേക്കപ്പാണ് നമ്മളെ മെയിന്. ഹെയർ സ്റ്റൈലിങ്ങും. ബ്യൂട്ടീഷ്യൻ അറിയണത് ഒരു പാർലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അതില് ഫേഷ്യൽ കാര്യങ്ങളും അങ്ങനെ ഒരു ഇത് കോസ്മെറ്റോളജി അങ്ങനെയൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആളാണ്. സോ ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നതോറും ലൈക്ക് എപ്പോഴെങ്കിലും ആ ഒരു മൊമെന്റിൽ എത്തിയോ വേർ യു ഫെൽ ലൈക്ക് മതി, നിർത്തി പോവാൻ മടുത്തു, ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിർത്തണോ വേണ്ടേന്ന് പറഞ്ഞാൽ മതി, നിർത്തി പോവാനൊന്നും തോന്നിയിട്ടില്ല. ഞാന് ഒരു വർഷം എന്റെ ഡ്രീമിന്റെ പിന്നാലായിരുന്നു. ഇത് പാഷനാണ്. അപ്പോ നമുക്ക് കുറെ ബ്രേക്ക് വന്നു. ഞാൻ സാറ്റർഡേ സൺഡേ നമുക്ക് വർക്ക് വരിക. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അത്യാവശ്യം ദൂരമുള്ള ഒരു കോളേജിലായിരുന്നു പഠിച്ചിന്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം കോച്ചിങ്ങിലായിരുന്നു. അപ്പൊ നമ്മളടുത്ത് പൈസ കുറയൽ തുടങ്ങി, നമ്മളെ ബാങ്ക് ബാലൻസ് കുറയൽ തുടങ്ങി. അപ്പൊ നമുക്ക് നമ്മളെ പാരന്റ്സിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ഭയങ്കര ഗിൽറ്റി ഫീലാണ്. ഇൻഡിപെൻഡന്റ് ആയ ഒരാള് വീണ്ടും പൈസ ചോദിക്കുമ്പോ, അപ്പൊ അതിട്ട് തന്നില്ലേ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബോധ്യപ്പെടുത്തല് അവിടെ വരേണ്ടി വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങക്ക് സാധാരണ കോച്ചിങ്ങിൽ ലീവില്ല. അപ്പോ ഞാൻ എന്താ ചെയ്തു, വർക്ക് വരുമ്പോ വീട്ടിലോട്ട് തന്നെ പോലെ തുടങ്ങി. എനിക്ക് ആ ഒരു എക്സാം എന്താ കോൺസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വർക്കും ഇതും ഒക്കെ പാടെ എടുക്കൽ തുടങ്ങി. അപ്പൊ ആ ഒരു എക്സാം എനിക്ക് ഭയങ്കര എന്താ പറയാ, പോകുകയാണെങ്കിൽ ഒന്ന് അതിൽ ഫോക്കസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ വർക്കായിട്ട് പോകണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നീന്. അപ്പൊ ഉണ്ടായിരുന്നു, വർക്ക് ചെയ്യണോ അതോ ഡ്രീമിന്റെ പിന്നാലെ പോകണോ. അതൊരു ഭയങ്കര ഒരു ടൈമാണ്, ഭയങ്കര ഡിപ്രഷൻ കൺഫ്യൂസിങ് സ്റ്റേജ് ആയിരുന്നു. നമ്മൾ ഈ കോച്ചിങ് പറഞ്ഞാല് സിവിൽ സർവീസിന്റെ കോച്ചിങ് ആണ്. സ്കോളർഷിപ്പ് എഴുതി അതിൽ കിട്ടിയിട്ട് ഒരു വർഷം കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ കുറെ ആൾക്കാർക്ക് അറിയില്ല ഞാൻ ഈ കോച്ചിങ്ങിന് പോണ കാര്യം, അങ്ങനെ അറിയില്ല. എൻ്റെ ഒരു കംഫർട്ട് സോണിലും ഫാമിലി അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. എൻ്റെ ഒരു ഡ്രീമാണ് സിവിൽ സർവീസ്. അപ്പോൾ പക്ഷെ ഒരു വർഷം അങ്ങനെ പോയി. ഞാൻ രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ നോക്കി, പക്ഷെ ഒന്ന് മാത്രം ബാലൻസ് ചെയ്ത് തന്നു. ദിസ് ഇസ് പ്ലാൻ ബി. പ്ലാൻ എ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് അങ്ങനെ ഒരു തലവര ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റേബിൾ ആവണം, എൻ്റെ എല്ലാ എക്സ്പെൻസ് എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ആയിട്ടേ ഒരു വേറൊരു സ്റ്റെപ്പ് എടുക്കാൻ ഞാൻ പ്രിപ്പയർ ആവുള്ളൂ. സോ അതൊരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു അവിടെ ആ കോച്ചിങ് അല്ലേ. ഇനി നമുക്ക് ടൈം ഉണ്ട്, ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യം കണ്ടിന്യൂ എന്നൊക്കെ പറയുന്ന പോലെ. സോ ലൈക്ക് നമ്മൾക്ക് ഒരു പേഴ്സൺ ഉണ്ടാവും ലൈഫിൽ ഹു ഹാസ് ബിൻ ദ ബാക്ക് ബോൺ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത്. ഇപ്പോ ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് നടന്ന ആ ഒരു പേഴ്സൺ ആരായിരിക്കും? അങ്ങനെ ഒരാളായിട്ട് ലേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു, എന്ത് കാര്യത്തിനും ഫ്രണ്ട് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വന്നിരുന്ന ഒരാളാണ്.
ഞാനത് കുറെ ഓവർകം ചെയ്തു. പേഴ്സണലി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ല ലൈഫിൽ, മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങള്, കുറെ ബാക്ക് ബൈറ്റ്, കുറെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത ട്രോമാസ്, നമ്മൾ വിശ്വസിച്ച ഒരാൾക്കാര് പിന്നെ വേറെ ഫേസ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. എന്താ പറയാ, സ്പെസിഫിക്കലി ഒരാൾ പറയുന്ന ഉപ്പ ഉമ്മ ഭയങ്കര ഒരു ബാക്ക് ബോൺ തന്നെയാണ് അവര്. അറിയാലോ, നമ്മളൊക്കെ ഒരു മുസ്ലിം ഫാമിലിന്ന് വരികയാണ്. നമ്മള് മാരേജ് ഒക്കെ ഒരു 18 വയസ്സ് കഴിഞ്ഞാല് നമ്മളെ ഭയങ്കര കെട്ടിക്കണില്ലേ, +1 ആയില്ലേ, +1 ആയില്ലേ, +2 ആയില്ലേ, അല്ലെ, അപ്പൊ നമ്മള് കുട്ടികളാണ്. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മളെ കെട്ടിക്കാനായോ. അപ്പൊ 20 വയസ്സായി, 20 ആകുമ്പോ 20 വയസ്സായി, എപ്പോഴാ കെട്ടണേ, 21 വയസ്സായി, കിട്ടൂല. ഞാനൊക്കെ ഇപ്പൊ കുറെ ആൾക്കാരുടെ ഒപ്പുണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. അപ്പൊ ഞാനൊരു ടൈമില് ഇവരൊക്കെ വേറൊരു ക്യാരക്ടർ ആയിട്ടപ്പോ കെട്ടിക്കണം, അല്ലാതെ ഇത് കെട്ടിക്കാനായില്ലേ. നമ്മള് മണി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ വിലയില്ലാത്തൊരു പ്രൊഡക്റ്റ് നമുക്ക് കയ്യിൽ പൈസ വരൽ തുടങ്ങിയപ്പോ നമുക്ക് ഭയങ്കര വാല്യൂ ആയി ആൾക്കാരെ. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ആരൊക്കെ ഒപ്പം ഉണ്ടാവും, പൈസ ഉണ്ടാവും, റിയൽ ആരാ ഫേക്ക് ആരാ. ഞാന് ഭയങ്കര ഫ്രണ്ട്സാളെ, എനിക്ക് ഭയങ്കര കാര്യമാണ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത്. എന്താ പറയാ, ഇവൻ ഞാന് ചില ടൈമിൽ ഓരോ എക്സ്പെൻസ് പോലും ഞാൻ എടുക്കും. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ലൈക്ക് ഞാൻ ചിന്തിക്കുക വെച്ചാല്, ഞാനിപ്പോ ഏൺ ചെയ്യുന്നുണ്ട്, അവരിപ്പോ ഏൺ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്താ പറയാ വെച്ചാല്, ഈ ജോലിയൊക്കെ ആയിട്ട് നീ നോക്കിക്കോ, ഇപ്പൊ ഞാൻ അത് അടച്ചോണ്ട്, ഞാൻ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ അവരെ പോന്നു. സോ ഒരു ബ്രൈഡ് ഇപ്പൊ വെഡിങ് കുറെ മുന്നേ പ്രിപ്പറേഷൻസ് നടക്കും. ഇപ്പൊ മേക്കപ്പിന്റെ കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മള് ഒബ്വിയസ്ലി കുറെ മുന്നേ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യണ്ടേ. സോ അതിനെ കുറിച്ച് ടിപ്സ് ഓർ ഹാക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് സ്കിൻ കെയർ നല്ലോണം ചെയ്യണം. ലൈക്ക് മാരേജിന് കുറച്ച് മന്ത് ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യണം സ്കിൻ കെയറിങ്. ലൈക്ക് ഓയിലി ഫുഡ് കുറച്ച് കുറക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക. പിന്നെ സെൻസിറ്റീവ് സ്കിന്ന് ഉള്ള ആൾക്കാരുണ്ടാവും, അപ്പൊ അവരെ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ചില കുട്ടികളുണ്ടാവും, ബ്രൈഡ് ചിലർ മാരേജ് അടുക്കുമ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കും. അതൊക്കെ ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊന്നും ക്രിമ്പിംഗ് ഒന്നും അങ്ങനെ നിൽക്കൂല മുടിയില്ല. നമ്മൾ വിചാരിച്ചൊരു ഹെയർ സ്റ്റൈലും വല്ലാതെ നിൽക്കൂല. സോ ശ്രദ്ധിക്കേണ്ട അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. സോ ഇഫ് ലൈക്ക് ഒരാള് നമ്മുടെ പോലത്തെ നിങ്ങളുടെ പോലത്തെ ഒരു യങ് ആയിട്ടുള്ള ഒരാളിന് ഇതേപോലെ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, they want to be like you, they want to be more experienced in this field, ഇതിലോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ what are some advices അവരോട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഡീപ് മീനിങ് കോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. കാരണം ഞാന് കുറെ മിസ്റ്റേക്സ് എന്നാണ് പഠിച്ചത്. ഒരു കാര്യം വെച്ചാൽ, ഈ ഒരു ഫീൽഡിലോട്ട് വരണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. നമ്മളിപ്പോ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം 3rd ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ വന്നൊരു ടൈമിൽ എനിക്ക് പഠിപ്പിച്ചു തരാൻ ആരുമില്ല. ഞാനൊരു സെൽഫ് തോട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ കുറെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട്, എന്റെ അനിയത്തിയാര് ഫ്രണ്ട് വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇല്ല സാധനങ്ങളെ കൊണ്ടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നരും ചെയ്യും. ആ ഒരു ടൈമത്തെ മേക്കപ്പ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് തന്നെ റബ്ബേ, ഇതൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്, അങ്ങനെ ഒരു ഫീൽ വരും കേട്ടോ. സ്റ്റാർട്ടിങ്ങില് കുറെ ഫെയിലിയേഴ്സ് ഉണ്ടാവും, അത് ഉണ്ടായാലേ അതിൽ നിന്ന് പഠിക്കുള്ളൂ. നമ്മള് മിസ്റ്റേക്സ് നമ്മൾ ഫെയിൽ ആവാൻ എപ്പോഴും റെഡി ആവണം. എപ്പോഴും നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം കിട്ടണം എന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫെയിൽ ആയാൽ, എവിടെയാണ് നമുക്ക് ഫെയിൽ ആയത് അവിടെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം, അത് തിരുത്തണം. എൻ്റെ ഒരു കേസിൽ യൂട്യൂബ് വീഡിയോ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് IGTV, ഈ പണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇതുണ്ടായിരുന്നു, IGTVസിലൊക്കെ കുറച്ച് ഇത്ര മിനിറ്റിന്റെ വീഡിയോസ് ഉണ്ടാവും, അതിലൊക്കെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് കുറെ പഠിക്കും. ലൈക്ക് ഇരുന്ന് പഠിക്കല്ല, നമുക്ക് അതിനോടൊരു താല്പര്യം വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നോക്കും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഐ മേക്കപ്പ് കാണുമ്പോൾ ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലോ ഫിനിഷ് വരുമ്പോ ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നത്, ഇതിപ്പോ എങ്ങനെ മാറ്റം വരുന്നത്, അങ്ങനെ നോക്കും. പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ശരിയാവൂല, പ്രാക്ടീസ് വേണം ഇതിന്, നല്ല ടൈം എടുക്കും. നമ്മൾ ഓരോ ഫസ്റ്റ് ബേസിക്ന്ന് അഡ്വാൻസ്ഡ് ആവാൻ നല്ല ടൈം എടുക്കും. ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് മേക്കപ്പും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേക്കപ്പും നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും നിങ്ങൾ അവരുടെ ഫസ്റ്റ് വർക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി, അത്രയും എന്താ പറയാ, അത്രയും മാറ്റങ്ങൾ ഉണ്ടാവും. സോ
ഇതാണ് ഫസ്റ്റ്. ബേസ് വേണം. ബേസ് ഇപ്പോൾ കുറേ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, അതിൽ ഞാനും ഒരാൾ കൂടിയാണ്. ഞാനും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീലൊക്കെയാണ് നോക്കുന്നത്. പിന്നെ പ്രൊഡക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. ഹാൻഡ്സ് ഓൺ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൽ 2 ലുക്കും ചെയ്തു കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഈ 3 ഡേ കൊണ്ട് നമുക്ക് മിനിമം ഡേയ്സ് കൊണ്ട് എങ്ങനെ ബേസിക് ആയിട്ടുള്ള നോളജ് കൊടുക്കാൻ പറ്റുക, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് ചില കുട്ടികളുണ്ട് ഈ സ്ട്രീമിലോട്ട് വന്നിട്ട് പെട്ടെന്ന് ബൾക്കായിട്ട് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കും. അത് ഭയങ്കര മണ്ടത്തരം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്കറിയില്ല എങ്ങനെയാണ് നമുക്ക് വർക്ക്സ് കിട്ടുക, അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് വർക്ക് വരുമോന്ന് അറിയില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാല് ഡ്രഗ് സ്റ്റോർ പ്രൊഡക്ട്സ് ഉണ്ട്, കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റിന്ന് ഒരു കുറച്ചൊരു എമൗണ്ട് മാത്രം നിങ്ങളെ ചെലവിലെടുത്തിട്ട് ബാക്കി കുറച്ച് യൂസ് ആയിക്കോട്ടെ, അത് നിങ്ങൾ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഒരു ഫൗണ്ടേഷൻ എങ്കിൽ ഒരു ഫൗണ്ടേഷന് ഓരോ പ്രൊഡക്റ്റും മാറ്റിക്കൊണ്ടിരിക്കുക. ഡ്രഗ് സ്റ്റോറിന് ഹൈ എൻഡ് പ്രൊഡക്റ്റിലോട്ട് ഷിഫ്റ്റ് ആവാൻ ഇങ്ങനെ പോകേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ പോയാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് അഫോർഡബിൾ ആണ് പ്രൊഡക്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ മാറിക്കൊണ്ടിട്ട്. ഞാൻ പോലും ഇപ്പൊ പോലും ചില പ്രൊഡക്ട്സ് നമുക്ക് അഫോർഡബിൾ ആവാൻ കഴിയുണ്ടാവില്ല. ലൈക്ക് അതുവരെ സേവ് ചെയ്യും. ഓക്കെ, ഇന്ന പ്രൊഡക്റ്റ് ഞാൻ ഇത്ര എമൗണ്ട് ആയിട്ട് ഞാൻ ചെയ്യും, ഞാൻ അത് വാങ്ങും. ഇപ്പൊ പോലും നമ്മള് വാനിറ്റി ബാഗിലുള്ള പ്രൊഡക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ശ്രദ്ധിക്കുക. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഒരു എക്സ്പെൻസ് വരും. എക്സ്പെൻസ് പറഞ്ഞാൽ മേക്കപ്പ് പ്രൊഡക്ട്സിന് അത്രയും റേറ്റ് ഉണ്ട്. ലൈക്ക് 1 ലക്ഷത്തിന് മേലെ വരും. നമ്മൾ ഈ ഒരു സ്ട്രീമിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഹൈ എൻഡ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ 1 ലക്ഷം അടുത്ത് വരും. പിന്നെ വാനിറ്റി ബാഗ് നോക്കുകയാണെങ്കിൽ മേബി 1 ലക്ഷത്തിന്റെ മേലെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഒറ്റടിക്ക് വാങ്ങിയതല്ല, ചെറിയ എമൗണ്ട് വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആർക്കായാലും ആദ്യമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ക്ലിയർ ആക്കി എല്ലാവർക്കും ക്ലിയർ ആയി നിങ്ങൾ വിശ്വസിക്കുന്നു. സോ once again thank you so much for being part of this. ലൈക്ക് ഞങ്ങളുടെ ഷോയിൽ ഈ സെഷനിൽ ഈ ഒരു ചെറിയ എപ്പിസോഡിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയാലും ആ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ കുറേ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞങ്ങളും ഞങ്ങളുടെ ഓഡിയൻസ് ആയി ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇനിയും ഗ്രോത്ത് ഉണ്ടാവത്തിന് വി വിഷ് യു ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എന്നെ ക്രിയാഡാഡ് ഇതിലോട്ട് വിളിച്ചതിനും താങ്ക് യു. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇനി കുറെ ഇന്റർവ്യൂസ് ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.